Good afternoon. Sorry. Good afternoon. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Okay. Prayer ആരെങ്കിലും prepared ആണെങ്കിൽ പറഞ്ഞോ കേട്ടോ. Ma'am, ഞാൻ പാടാം. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. Thank you, ma'am. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്ത് മാം. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫോക്കസ് ഓൺ, അതാണ് ലാസ്റ്റ് പറഞ്ഞത്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫോക്കസ് ഓൺ. പേജ് നമ്പർ എത്രയാണ്? 5. ടോപ്പിക് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എയിംസ് ആണ് ഇനി എടുക്കാനുള്ള. ഓക്കെ. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എയിംസ് ആണ്. നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എയിംസിലേക്ക് വരാണ്. എന്താണ് ശരിക്കും ഒരു മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനാണ് ഏതൊരു ഓർഗനൈസേഷനും എയിംസ്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയിംസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അച്ചീവിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ്, അത് ബ്രേക്ക് ആയി പോയതാണ് കേട്ടോ. ഫുൾ സെന്റൻസ് ആണ്. ഇൻക്രീസിംഗ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, organizing and construction with the institution creating, enhancing, maintaining a positive public image of the institution. നമ്മളിപ്പോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമ്മളവിടെ ഇപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ കുട്ടികളെ പഠിക്കാൻ അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊരു പോസിറ്റീവ് ഇമേജ് ആവണ്ടേ. നമുക്ക് അവിടെ നിന്ന് തരുന്ന സർവീസ് പോസിറ്റീവ് ആയാൽ മാത്രമല്ലേ നമ്മൾ ആ കുട്ടികളെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഇടുള്ളൂ. അങ്ങനെയല്ലേ? ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു ഗുഡ് വില്ലുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ നമ്മളായാലും നമ്മുടെ കുട്ടികളെ വിടാനായിട്ട് താല്പര്യം കാണിക്കാം, അല്ലേ? അതെ. അപ്പൊ നിങ്ങളായാലും പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പോസിറ്റീവ് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വിടാനായിട്ട് താല്പര്യം കാണിക്കാം. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. The excellent utilization of human resource. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള സ്റ്റാഫ് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഇൻക്ലൂഡ് അതിലുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാത്രമല്ല, അവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിട്ടുള്ളവർക്ക് നല്ല കോർഡിനേഷൻ വേണം, ടീച്ചിങ് സ്റ്റാഫിന് കോർഡിനേഷൻ വേണം. അതേപോലെ തന്നെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവ് ഇമേജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ്, മാനേജർ. അതേപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പോസിറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കത് അക്യൂർ ചെയ്യുന്നുണ്ട്. ഗുഡ്വില് ടൈം പാസ് ആവും, എന്താ പറയാ, ഒരുപാട് ടൈം ആവുന്നതോറും നമുക്ക് എന്ത് വരുന്നുണ്ട്, ഗുഡ്വില് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. അതേപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു ക്ലാസ്സിലൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരുപാട് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ ടീച്ചിങ് സ്റ്റാഫാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതലുള്ളത്. ടെക്നിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ. അതേപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ, അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ ഫീൽഡിലുള്ള കുട്ടികൾ. അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് PROസിന്റെ അടുത്തായിരിക്കും. സോ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള PROസ്, അങ്ങനെ ഒത്തിരി. ദെൻ നമ്മുടെ ഹെഡ് എന്ന് പറയുമ്പോൾ മാനേജിംഗ് ഡയറക്ടേഴ്സ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഒരു കോർഡിനേഷനോട് കൂടിയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്നത്.
അതേപോലെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കേഴ്സ് ആണ്. ഓരോ ഇൻഡിവിജ്വൽ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സും അതേപോലെ നമുക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഓരോ വ്യക്തിയുടെയും സ്വഭാവം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഗുഡ് മോർണിംഗ് തമന്ന. ഓരോ വ്യക്തിയുടെയും എങ്ങനെയാണ് സ്വഭാവങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ നല്ല രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യണം. എക്സലന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ബിക്കമിങ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചർ, ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ അക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. Creating and maintaining a gentle and cohesive atmosphere, managing interpersonal conflict. Maybe നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കോൺഫ്ലിക്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്, തർക്കങ്ങൾ വരും. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വൽസിനെയാണ് മാനേജ് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സിനെയാണ് മാനേജ് ചെയ്യുന്നത്. മേ ബി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാണെങ്കിൽ ആ കോൺഫ്ലിക്റ്റുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പറ്റണം. ട്രസ്റ്റ് ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ബിൽഡിംഗ് എ റിലേഷൻഷിപ്പ് വിത്ത് കമ്മ്യൂണിറ്റി, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റണം, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് പറ്റണം. അപ്പൊ ഇതിന്റെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഇമേജ്, പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഇമേജ് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുകയാണ്. പബ്ലിക് ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ് വിൽ എന്ന് പറയും അല്ലെ. നമ്മള് എന്താ പറയാ, മാനേജ്മെന്റ് ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പബ്ലിക് ഇമേജ് എന്ന് പറയുന്നേക്കാളും കൂടുതൽ ഗുഡ് വിൽ എന്നല്ലേ പറയാം, പേര് അല്ലെ. അപ്പൊ ഗുഡ് വില്ല് ബിൽഡ് ചെയ്യാനായിട്ടാണ് അവർ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ് ലാർജ്ലി ബേസ്ഡ് ഓൺ നമ്മുടെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് മെയിൻ ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബേസിലാണ്. ഓക്കെ, എന്താണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഈ 14 പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അറിയോ, കേട്ടിട്ടുണ്ടോ? കോമേഴ്സുകാർക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പം ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം, കാരണം പറഞ്ഞു പോകാം, മനസ്സിലാകുന്നുണ്ടോ നോക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്ക് നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷനിൽ എൻറ്റയർ വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നത്, ഓരോരുത്തരും ചെയ്യേണ്ട വർക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പൊ നമുക്ക് മൊഡ്യൂൾ 4ഉം 5ഉം ഉണ്ട് കേട്ടോ. PG സെഷനിലേക്ക് 4ഉം 5ഉം വന്നപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് എന്ത് ചെയ്തു, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് ഞങ്ങൾ എടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഞങ്ങൾക്ക് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് തന്നു. ഓർ HOD മേ ബി ഹെഡ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നു. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മൾ ഇവിടെ എന്താണോ ചെയ്യേണ്ട ജോബ് അത് നമുക്ക് അത് ഡിവൈഡ് ചെയ്യണം. ജോബ് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഓരോ ടാസ്ക് ആയിട്ട് ഈച്ച് ടാസ്ക് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ വ്യക്തിനെയും അസൈൻ ചെയ്യാണ്. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ ആണോ? നെക്സ്റ്റ് ആണ് അതോറിറ്റി ആണ്. ഓക്കെ, അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അധികാരം എന്ന് പറയും അല്ലെ. ഞാനൊരു ക്ലാസ്സിലേക്ക് കയറാണെങ്കിൽ ഇനി വരുന്ന 1 hour ഫുൾ അതോറിറ്റി ആർക്കാന്ന് അറിയാമോ? ഈ ക്ലാസ്സിലേക്ക് ഫുൾ അതോറിറ്റി ആർക്കാണ്? എനിക്കാണ് അല്ലെ. ഇവിടെ എന്ത് സംസാരിക്കണം, എന്ത് പറയണം എന്നുള്ള കാര്യങ്ങൾ ഫുൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളെ എൻറ്റയർ സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള അതോറിറ്റി ആർക്കാണ്? എനിക്കാണ്. ദാറ്റ് മീൻസ് അതാണ് അതോറിറ്റി. അധികാരം. ഡിസിപ്ലിൻ ഉണ്ട് ഇല്ലേ? ഒരു വർക്ക് തന്നിരിക്കുകയാണ്, അത് നല്ല പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ്നെസ്സോട് കൂടി എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഡിസിപ്ലിൻ. യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, രണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് എന്താണ് പ്രിൻസിപ്പിൾസ് ആണ്. ഏത്? യൂണിറ്റി ഓഫ് ഡയറക്ഷനും യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം നമ്മൾ ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കമാൻഡ് സ്വീകരിച്ചാൽ മതി. ഓക്കെ, അറ്റ് എ ടൈം എന്താണ്, ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കമാൻഡ് സ്വീകരിച്ചാൽ മതി. ഓക്കെ, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ. നമുക്ക് ഒരു ഫേമിലേക്ക് വരുമ്പോൾ, നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ, ഉണ്ടാവും. പക്ഷേ നമ്മളിവിടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഓർഗനൈസേഷനും ഇൻട്രസ്റ്റിനായിരിക്കും, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. റെമ്യൂണറേഷൻ ആണ്. നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്,
പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള പേ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പേ കിട്ടും. ഇന്റേൺഷിപ്പ് ഒക്കെ ആണെങ്കിൽ റെമ്യൂണറേഷൻ പ്രതീക്ഷിക്കരുത്. എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ നോക്കാം. മേ ബി നിങ്ങൾ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ റെമ്യൂണറേഷൻ നോക്കാം. ദെൻ സെൻട്രലൈസേഷൻ ആണ്. അധികാരം ഒരു എന്താ പറയാ ഒരു സെൻട്രലൈസേഷൻ എന്ന് വെച്ചാല് നമ്മൾക്ക് അധികാരം ഫ്യൂ ഹാൻഡ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പവർ നമ്മൾ കുറച്ച് വ്യക്തികളുടെ കയ്യിൽ മാത്രം. ഇപ്പൊ നമ്മളെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ കയ്യിലായിരിക്കും ഫുൾ എന്തുള്ളത് ആ അധികാരം ഉള്ളത്. ഓക്കെ, നമ്മളപ്പോ 8 എണ്ണം പറഞ്ഞു അല്ലേ. അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനത് യൂണിറ്റ് ഓഫ് ഡയറക്ഷനും യൂണിറ്റ് ഓഫ് കമാൻഡും എനിക്ക് ഡൗട്ട് വന്ന് അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ സബോർഡിനേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ കീഴിൽ ഒരാൾ മാത്രം മതി. ഞാനൊരു കാര്യം പറയാണ്. ഇപ്പൊ ഞാൻ ഒരു ഹെഡിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ആ ഹെഡ് പറയുന്ന ഡ്യൂട്ടീസ് മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, പെർഫോം ചെയ്താൽ മതി. മനസ്സിലാവുന്നില്ല? നോക്കാം, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ആൻഡ് യൂണിറ്റ് ഓഫ് കമാൻഡ് ആണ്. ഞാനിപ്പോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ്. സോ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് പറയുന്ന ഡ്യൂട്ടീസ് മാത്രം എന്ത് ചെയ്താൽ മതി, ഞാൻ ചെയ്താൽ മതി. അതാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഞാൻ ആകെ ഒരു വ്യക്തിയോട് മാത്രം എന്ത് ചെയ്താൽ മതി, റെസ്പോൺസിബിൾ ആകുന്നുള്ളൂ. പിന്നെ യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ഡിപ്പാർട്ട്മെന്റ് ടീം ടുവേർഡ്സ് എ സിംഗിൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അവർ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. എവിടെ? യൂണിറ്റ് ഓഫ് ഡയറക്ഷനിൽ. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ വരാണെങ്കിൽ കൂടുതലായിട്ട് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് ഒന്നിൽ കൂടുതൽ ഹെഡുകൾ പറയുന്നു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ മേ ബി കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഇല്ലേ? കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. യൂണിറ്റ് ഓഫ് കമാൻഡ് പറയുന്ന ഒറ്റൊരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിന്റെ അടുത്ത് നിന്ന് അറ്റ് എ ടൈം നമുക്കൊരു ഓർഡർ സ്വീകരിച്ചാൽ മതി എന്നാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് പറയുന്നത്. ഇനി സ്കെയിലർ ചെയിൻ ആണ്. സ്കെയിലർ ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മള് ലെവൽസ് പഠിച്ചിട്ട് നിങ്ങള് ഓക്കെ, സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത് ലെവൽസ് അനുസരിച്ചാണ് പറയുന്നത് കേട്ടാ. എന്താണ് ഒരു മാനേജ്മെന്റിന്റെ ലെവൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ഇമേജ് ഉണ്ട്. ഓക്കെ, നമ്മള് ഇൻഫർമേഷൻ എക്സ് എന്ന് പറയുന്നതാണ് ടോപ്പ് മാനേജ്മെന്റ്, സി എന്ന് പറയുന്നത് വർക്കേഴ്സ് ആയിരിക്കും. അപ്പൊ സിക്ക് എക്സിനോട് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സി ആദ്യം ബിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബി ആയിരിക്കും എനോട് പറയുന്നത്. എ എന്ത് ചെയ്യും? എക്സിനോട് പറയും. ഇൻഫർമേഷൻ അങ്ങനെ പാസ് ചെയ്യും. എക്സിനോട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ എക്സ് ആദ്യം ആരോട് പറയും? ഡിനോട് പറയും. ഡി അത് കഴിഞ്ഞിട്ട് ഇനോട് പറയുന്നു. ഇ നെക്സ്റ്റ് എക്സിനോട് പറയും. ശരിക്കും പറഞ്ഞാല് സിക്ക് നേരിട്ട് എഫിനോട് കാര്യം പറഞ്ഞാൽ മതി. പക്ഷെ ഇത്രയും ഒരു സ്കെയിലർ ചെയിൻ വഴി അല്ലെങ്കിൽ ലെവൽസ് സ്കെയിലർ ചെയിൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ സി നേരിട്ടാണ് എഫിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഗ്യാങ് പ്ലാൻ എന്ന് പറയും. അത് ജസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇതാണ് സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാല് ഒരാളോട് നമുക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയിനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എഫിനോട് പിക്ക് എഫിന്റെ പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് എഫ് ഇയോടും ഇ ഡിയോടും ഡി സിയോടും പിന്നെ ബിയോടും എനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം എ വഴി ആ ഒരു ലൈനിലൂടെ തന്നെ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുള്ളൂ. ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഏത് സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത്. സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. ദെൻ മെറ്റീരിയൽസ് ആൻഡ് സോഷ്യൽ ഓർഡർ ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഓർഡർ ആണ്. ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഏതൊരു ഓർഗനൈസേഷനിലായാലും അതിന് ഓരോ കാര്യത്തിനും മെറ്റീരിയൽസിനാവട്ടെ സോഷ്യൽ ആവട്ടെ എന്തായാലും അതിന് അതിൻ്റെതായ ഓർഡർ ഉണ്ട്. അപ്പൊ ആ ഒരു ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഇക്വിറ്റി എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ സ്റ്റെബിലിറ്റി, ഇനിഷ്യേറ്റീവ്, എക്സ്പെക്ട് ഡിക്കോഡ്സ് എന്ന് വെച്ചാൽ ഈ ഇത്രയും പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന 5 ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ആ പേരുകൾ അവിടെ പറയുന്നത് കൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് പഠിക്കാനുള്ള ഏതാണ് ഫങ്ഷൻസ് ആണ്. എന്താണ്
ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ആദ്യം പറയുന്ന ഫങ്ഷൻ ആണ് പ്ലാനിങ്. നമ്മുടെ ഫസ്റ്റ് ഫങ്ഷൻ ഏതാണ്? പ്ലാനിങ് ആണ്. സെക്കൻഡ് ഫങ്ഷൻ ഓർഗനൈസിംഗ് ആണ്. തേർഡ് ഫങ്ഷൻ ഡയറക്റ്റിംഗ്. ഫോർത്ത് കൺട്രോളിംഗ് ആൻഡ് ലാസ്റ്റ് ഇവാലുവേഷൻ ആണ്. അപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, സ്ട്രാറ്റജീസ് എന്താണ്, നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്, അതാണ് ഇവിടെ വരുന്നത്, പ്ലാനിങ്ങിൽ വരുന്നത്. നമ്മുടെ ഗോള്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് അസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്സ് ആണ്, ഫോർമോസ്റ്റ് സ്റ്റെപ്സ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ് ഏത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്യോ? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ. Planning. Planning is the process of setting objectives and determining the actions in order to achieve them. Planning is anticipatory in nature and set present. It is proactive rather than passive. Planning asks the following questions: what, when, where, by whom, how, while following a series of steps. Defining objectives, setting objectives or goals. Then determining the current status with respect to the objectives, being aware of opportunities. Then determining planning premises, analyzing the situation for external factors and forecasting future trends, generation of future scenarios. Then identifying the alternative, best alternative to accomplish the objective. Then choosing an alternative, selecting the course of action to be pursued. Then formulating support plans, arranging for human and material resources. Then last one, implementing the plan, action stage, which also involves evaluation. ഓക്കെ കേട്ടോ. നമ്മളിപ്പോ പ്ലാനിങ് എന്ന് പറയുന്നത് ഹൗ, എപ്പോൾ, എങ്ങനെ, ആരെയും അതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടെത്തുന്നതാണ് പ്ലാൻ. പ്ലാനിങ്ങിന്റെ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഡിഫൈൻ ഒബ്ജക്റ്റീവ് ആണ്. നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ഇമേജ് ബിൽഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. എന്താണ്? നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട്? വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഏറ്റവും വീക്കർ സെക്ഷന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഇനി ഡിറ്റർമിൻ ദ കറന്റ് സ്റ്റാറ്റസ് വിത്ത് റെസ്പെക്ട് ഓഫ് ദ ഒബ്ജക്റ്റീവ്, ബി അവെയർ ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. നമുക്കത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് പി എസ് സി എന്താണ് കോച്ചിങ് സെന്റർ ആയിട്ട് ആ ഒരു രീതിയിലാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. സ്മാർട്ട് സ്ട്രീറ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഒരു PSC എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം നമ്മുടെ സൊസൈറ്റിക്ക്. കോവിഡിന്റെ ടൈമിൽ അങ്ങനെയായിരുന്നു ഇത് വർക്ക് ചെയ്തത്. ബീങ് അവെയർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവരെ കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് അവെയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി വേറെ ഏതെല്ലാം മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. Then determine the planning premises. നമ്മൾ കുറച്ച് പ്ലാൻ എക്സ്റ്റേണൽ ഇന്റേണൽ ആയിട്ടുള്ള premises എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്ലാനിങ് പ്രെമിസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അസംഷൻസ് ആണ്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഡിമാൻഡ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് ഭാവിയിൽ സാധാരണ നോർമൽ എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ മോണ്ടിസോറി മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് എന്ന് ഒത്തിരി നാൾ മുമ്പേ ഐഡന്റിഫൈ ചെയ്തു. ഒരു 3 years മുമ്പേ എന്ത് ചെയ്തു? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഐഡന്റിഫൈ ചെയ്തു. നോർമൽ ടീച്ചിങ്ങിനേക്കാളും കൂടുതൽ ബെറ്റർ ഏതാണ്, ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്, മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആണ് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണെന്ന് കണ്ടെത്തി. സോ നമ്മൾ ഇനി വരാൻ പോകുന്ന ഡിമാൻഡ്സും കാര്യങ്ങളും എന്ത് ചെയ്തു? മുൻകൂട്ടി ഭാവിയിൽ അത് മുൻകൂട്ടി കണ്ട് അത് എന്ത് ചെയ്തു? ഡിറ്റർമിൻ ചെയ്തു. ഐഡന്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ്.
നമ്മൾ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തി നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം വന്നത് ഓൺലൈൻ ആയിട്ട് നമ്മളെങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, നമുക്ക് മാർഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തി. അപ്പൊ ആ മാർഗങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണോ അതാണ് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. മേ ബി നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ ഹെൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ട ബിൽഡിങ്ങും കാര്യങ്ങളും ഫെസിലിറ്റീസും എല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒത്തിരി എന്താ പറയാ, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പോയി പഠിക്കാനായിട്ട് പറ്റാത്ത, അല്ലെങ്കിൽ ഒരുപാട് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വീക്കായിട്ടുള്ള സൊസൈറ്റിയാണ് എന്താ പറയാ സ്ത്രീകൾ എന്ന് പറയുന്നത് ആയിരുന്നു. അപ്പൊ ആ ഒരു സമൂഹത്തിൽ നമുക്ക് എങ്ങനെ അവരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിലേക്ക് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഈ ഒരു കോഴ്സ് അവരിലേക്ക് എങ്ങനെ എത്തിക്കും എന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആലോചിച്ചു. അപ്പൊ അവർക്ക് തോന്നിയത് എല്ലാവരുടെ കയ്യിലും ഇന്ന് എല്ലാ അമ്മമാരുടെ കയ്യിലും അല്ല എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിരിക്കും. സോ ഒരു സ്മാർട്ട് ഫോണും ഉള്ള ഒരു വ്യക്തിക്ക് തുച്ഛമായ ഒരു ഫീസിൽ എങ്ങനെ നമുക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അത് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു ഫീസ്, ഈ സിമ്പിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന് എഫേർട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റിയിലോ ഒരു കുറവും വരുത്താത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലാനിങ് പ്രിൻസസ് കണ്ടെത്തി ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ് നമ്മൾ ഓൺലൈൻ ആണ്, പ്ലാറ്റ്ഫോം ഓൺലൈൻ ആവുകയാണെങ്കിൽ നമുക്ക് അത്രയും ചെലവ് വരുത്തില്ല, നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നോക്കിയിട്ട് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ ചൂസിങ് ആൻഡ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അതാണ് ഇവിടെ വരുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്തു, ചൂസ് ചെയ്തു. ദെൻ ഫോർമുലേറ്റീവ് സപ്പോർട്ട് പ്ലാൻസ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമുക്ക് ആവശ്യമാണ്. സോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടാവും. ഓർ മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത് ഏറ്റവും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്ലാൻ എന്ത് ചെയ്തത്, നടപ്പിലാക്കിയത്. അതാണ് ഇംപ്ലിമെന്റിങ് ദ പ്ലാൻ. എന്ത് ചെയ്തു, നമ്മുടെ പ്ലാൻ നടപ്പിലാക്കി. നമ്മുടെ ആ ഒരു പ്ലാൻ എന്ത് ചെയ്തു, നടപ്പിലാക്കി. ആ ഒരു പ്ലാൻ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും ഞാനും തമ്മിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഓൺലൈൻ മീഡിയ വഴി ഇങ്ങനെ കമ്മ്യൂണിക്കേഷനും അതേപോലെ ടീച്ചിങ്ങും കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യും എന്നുള്ളതിനെയാണ് പ്ലാൻസ് എന്ന് പറയുന്നത്. അതിന് സ്റ്റെപ്സ് ഉണ്ട്, വേരിയസ് സ്റ്റെപ്സ് ഉണ്ട്. എത്ര സ്റ്റെപ്സ് ഉണ്ട്? 7 സ്റ്റെപ്സ് ഉണ്ട്. 7 സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ വിഷൻ എന്താണെന്നുള്ളത് എല്ലാവരുടെയും അതെ. നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസിൽ നിന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് പറയാം. പക്ഷെ നമ്മളുടേതായ ഒരു എയിം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടീച്ചേഴ്സ് ആണ്. സോ ഡിറ്റർമിൻ ദ കറന്റ് സ്റ്റാറ്റസ് വിത്ത് റെസ്പെക്ട് ഓഫ് ദ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. നമുക്ക് പുറത്ത് പോയി പഠിക്കാനുള്ള അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കണം. ഞാൻ പ്ലാനിങ് പ്രെമിസസ് എന്താണ്, എനിക്ക് ഏതൊക്കെ സോഴ്സ് ഉണ്ട്, ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്, ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കോസ്റ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ മാർഗം നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. ദെൻ ഫോർമുലേറ്റിംഗ് സപ്പോർട്ട് പ്ലാൻസുകൾ, അതേപോലെ ആ ഒരു പ്ലാൻ നമ്മൾ നടപ്പിലാക്കുകയാണ്. ഓക്കെ, പ്ലാനിങ് ക്ലിയർ ആണോ? ബാക്കിയുള്ളവരോ? ആതിര? ഓക്കെ, ദെൻ പ്ലാൻ നടപ്പിലാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് ഫംഗ്ഷനിലേക്ക് വരാണ്. ഓർഗനൈസിംഗ് ആണ് നമ്മുടെ നെക്സ്റ്റ് ഫംഗ്ഷൻ. It is the process of combine the work which individuals or group have to perform with the facilities needed for gathering such that duties performed contribute the best channel for efficient, systematic, positive, and coordinate application of available efforts. എന്നുവെച്ചാൽ ഓർഗനൈസ് ചെയ്യാണ്. നമുക്ക് വർക്ക് ചെയ്യേണ്ട ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ്, അതേപോലെ ഹ്യൂമൻ റിസോഴ്സ്, മെറ്റീരിയൽസ്, കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഓർഗനൈസ് ചെയ്യാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ചാനൽ വഴി മാത്രമേ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള വർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമ്മളുടെ ഒരു ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓർഗനൈസേഷൻ is characterized by division of work or specialization. Okay. നമ്മള് ജസ്റ്റ് ഞാൻ ഈ നമ്മുടെ മോൺസോറി നമ്മളുടെ ടീച്ചിങ് മെത്തേഡ് തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയണോ? ഓക്കെ. ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ആണ്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ഫീൽഡിലാണോ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉള്ളത്, നമുക്ക് ഒരു മാക്സിമം ആ ഒരു ഫീൽഡ് ആയിരിക്കും അസൈൻ ചെയ്യാനായിട്ട് നമുക്ക് അസൈൻ ചെയ്ത് തരുന്നത്. ഇപ്പൊ നിങ്ങൾ മേ ബി BSc അല്ലെങ്കിൽ MSc മാത്സോ അങ്ങനെയാണെങ്കിൽ മാക്സിമം നിങ്ങൾ മാത്സ് ബേസ് തന്നെ ആക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ സ്പെഷ്യലൈസേഷനും നമ്മുടെ വർക്ക് സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളെ വർക്ക് അസൈൻ ചെയ്യുന്നത്. സോ നമ്മൾക്ക് അറിയാവുന്ന ഒരു ഫീൽഡ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ട് ആ ഒരു വർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓറിയന്റേഷൻ ടുവേഴ്സ് ഗോൾ, നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്താണ് ടോപ്പ് മാനേജ്മെന്റ് തരും. ഈ കോമ്പോസിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് മേ ബി നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കും ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കും. ഇപ്പൊ മോണ്ടിസോറി നമ്മുടെ മോണ്ടിസോറി MP ആണെങ്കിൽ നമ്മൾ MP ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരിച്ചിരിക്കുന്നത്. MP എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, പിന്നെ PSc വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മളത് തിരിച്ചിട്ടുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഇൻഡിവിജ്വൽസ് ആയിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ടാസ്ക് ചിലപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസും ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും. നമ്മൾ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്നത്. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇത് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആകില്ല. വീണ്ടും നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഓൺ ഗോയിങ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓൺ ഗോയിങ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സോ നമ്മളൊരു ടാസ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് വീണ്ടും ആ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, നമുക്കൊരു കാര്യം നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞു, നമുക്ക് ആ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികാരം കൂടി അവർ തരാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് ആയിട്ട് അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ വരുന്നത്. എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, നമുക്കൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും എന്താ പറയാ ഡൗട്ടോ അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളോ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാനും അവർ സൂപ്പർവൈസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഓക്കെ, ഓർഗനൈസിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആരാ റീഡ് ചെയ്യാൻ പറ്റുന്നത്? Organizing is characterized by division of work or specialization. Activities are defined to different people who are specialists in that area for specialization to increase efficiency. Orientation towards goals. It harmonizes the individual goals of employees with the complete goals of the institution. Composition of the individuals and groups. Individuals are grouped into departments and their work is coordinated and directed towards organizational goals. Discriminant functions. The entire work is divided and assigned to the individuals so that the organization's objectives are achieved. While each individual performs a different task, each one also coordinates with the task of others. Continuous process. Groups of people with defined relationships with each other work together to achieve the goals of the organization. These relationships do not end once the task is finished. Delegation of authority. The levels of pecking order are determined and the span of control is determined via 4 relationships. Establishing a communication channel for effective decision making, coordination, control, supervision and feedback, motivation and redressing problems or grievances encountered. ഓക്കേടാ,
മ്യൂട്ട് ആയിക്കോട്ടെ. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് പീപ്പിൾസ് ആയിരിക്കും. അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണോ അതിൽ നമ്മൾ അവരെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് സ്പെഷ്യലൈസേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എഫിഷ്യൻസി, ഇപ്പൊ നമ്മളൊരു വർക്ക് അറിയുന്ന ഒരാളെയാണ് നമ്മൾ അത് അസൈൻ ചെയ്യണമെങ്കിൽ അത് നല്ല എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യും, അല്ലെ എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു വർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ദെൻ ഓറിയന്റേഷൻ ടുവേഴ്സ് ഗോൾ. നമ്മൾ ഓർഗനൈസേഷനിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഗോൾ ഉണ്ടാവും, ഓരോ എംപ്ലോയീസിനും നമ്മൾ ഇൻഡിവിജ്വൽ ഗോൾ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ആണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഗോൾ എന്തായിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്? മേ ബി ചിലവർക്ക് മിക്കവർക്കും മണി ആയിരിക്കും. എന്താണ് ലിവിംഗ് ഗുഡിന് വേണ്ട എമൗണ്ട് ഓഫ് മണി വേണം. മേ ബി സ്റ്റാറ്റസ് ആയിരിക്കാം. ഓക്കെ, സ്റ്റാറ്റസും ലിവിംഗ് ഗുഡും വരാം. നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഓർഗനൈസേഷന്റെ ഗോളിന് വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണോ ഗോൾ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയായി മാറും. ഈ കോമ്പോസിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്, നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ HOD എന്ന് പറയുന്നില്ല, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ their work is coordinated and directed towards organizational goal. ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും വർക്ക് എന്ത് ചെയ്യുന്നത്? കോർഡിനേറ്റ് ചെയ്യുന്നത്. ദെൻ ഡിസ്ക്രിപ്റ്റന്റ് ഫങ്ഷൻ ആണ്. നമ്മൾ ഓർഗനൈസേഷന്റെ എൻറ്റയർ വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോൾ ടാസ്ക്. ആ സ്മോൾ ടാസ്ക് എന്ത് ചെയ്യും? നമ്മൾ ഓരോ എംപ്ലോയീസിനും ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെന്റ് ടാസ്ക് നമ്മൾ എന്ത് ചെയ്യും? അസൈൻ ചെയ്യും. അപ്പൊ ആ ഒരു ടാസ്ക് അവർ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് നല്ല സ്പെഷ്യലൈസേഷനും കിട്ടും. അവർ ആ ടാസ്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അച്ചീവ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് പ്രോസസ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഡിഫൈൻഡ് റിലേഷൻഷിപ്പ്. നമ്മൾ ഓരോ വ്യക്തികളുടെയും റിലേഷൻഷിപ്പും അവരുടെ അതോറിറ്റിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഡ്യൂട്ടീസും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ അസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുക, ഓർഗനൈസേഷൻ നല്ല പ്രോഫിറ്റിലേക്ക് പോയി. അത് അവിടെ വെച്ച് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവാണോ? നമ്മൾ ഇപ്പോൾ ഒരു നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണോ? അല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. The level of peaking order are determined and span of control is determined by formal relationship. നമ്മൾ ഈ ഡെലിഗേറ്റ് ചെയ്യുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ ചെയ്യാനുള്ള ഒരു അതോറിറ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അവരെ അസൈൻ ചെയ്ത് കൊടുക്കണം. എസ്റ്റാബ്ലിഷിംഗ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. നമുക്ക് ഏറ്റവും വേണ്ടൊരു മെയിൻ ആയിട്ടുള്ള മീഡിയം ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ. നമ്മളും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആവട്ടെ, ടോപ്പ് മാനേജ്മെന്റ് ആവട്ടെ, അവർ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം എഫക്റ്റീവ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പിന്നെ സൂപ്പർവിഷന്റെ കാര്യത്തിനായാലും നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതായാലും എന്തെങ്കിലും പ്രോബ്ലംസ്, അഡ്രസ്സിംഗ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഗ്രീവനസ്, അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ക്വസ്റ്റ്യൻ കൂടി നല്ല രീതിയിൽ സോൾവ് ചെയ്യണമെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം. കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടോപ്പ് മാനേജ്മെന്റിനോട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്ക് എൻറ്റയർ വർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിവൈഡ് ഇൻ ടു ഈച്ച് ടാസ്ക്. ഓരോ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. അത് ആ ഒരു ഓരോ ടാസ്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മൾ എന്ത് ചെയ്യാണ്? അസൈൻ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അവരെ ആ ഒരു ഇൻഡിവിജ്വൽസ് നമ്മൾ എന്താണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ എന്തൊക്കെയാണ്? കോർഡിനേറ്റ് കൺട്രോൾ ചെയ്യാണ്. സോ അതൊരു ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ ആണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ entire task divided into small groups. Small tasks each task assigned to individuals, and that individuals perform the task effectively. Then we can നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ അതുവഴി നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പോയിന്റ്സ് എന്തെല്ലാമാണ് ഇന്നെടുത്തത്? നമ്മള് ഈ ഫങ്ഷൻസ് ക്യാൻ ബി ഫങ്ഷൻസ് 5 ഫങ്ഷനിലെ പ്ലാനിങ്, ഓർഗനൈസിങ് ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് എല്ലാവരും.
റീഡ് ചെയ്തോ? എല്ലാവരും ക്ലിയർ ആണോ? പ്ലാനിങ്ങും ഓർഗനൈസിംഗും ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ കാര്യം ചോദിക്കുന്നത് വിചാരിച്ചതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ പോർഷൻ ഓൾറെഡി ജിഷാമിത്ത് കവർ ചെയ്തെന്നാണ് വിചാരിച്ചത്. ഭയങ്കര സ്പീഡിലാണല്ലോ എടുത്തത്. കേൾക്കാൻ ഇരുന്നതാണ്. അല്ല, ഓൾറെഡി പോർഷനെ എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് പേജിൽ ഉണ്ടായ കുട്ടികളാണ്, അതുകൊണ്ട് ഈ ചാപ്റ്റർ എടുക്കണ്ട അങ്ങനെ പറഞ്ഞത്. ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് റൗണ്ട് അപ്പ് ചെയ്ത് 10 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ മുതൽ കണ്ടിന്യൂ ചെയ്തോളാനാണ് എന്നോട് മോളിൽ പറഞ്ഞത്. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾ ഇത് എടുത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞത് ഇതിൽ ഫസ്റ്റ് ആദ്യമായിട്ട് ആ ഒരു പോർഷൻ കേൾക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോ നിങ്ങൾക്ക് ആ സമയത്ത് പറയായിരുന്നെങ്കിൽ ഞാൻ നല്ല സ്ലോ ആയിട്ട് തന്നെ പറഞ്ഞു പോയായിരുന്നില്ലേ? ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലല്ലോ, ഈ ഒരു സ്പീഡ് പോരെ? അല്ല മാം, കുറച്ചും കൂടെ സ്പീഡ്, ഷെപ്പലും കൂടെ കുറച്ച് നോട്ട് എഴുതി എടുക്കുന്നുണ്ടേ, ലെക്ചർ നോട്ട്സ്. അപ്പൊ അത് നിങ്ങളുടെ പ്രശ്നമാണ്. സ്പീഡ് കുഴപ്പമില്ല. ഈ ഒരു സ്പീഡിൽ ഞാൻ പോയില്ലെങ്കിൽ എന്റെ പോർഷൻ തീരില്ല. അല്ല മാം, നമുക്ക് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്ന വെച്ചാൽ ഇത് വായിക്കുമ്പോ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ മാം പറയുന്ന കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് അതേ ഉള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് പോയിന്റ്സ് ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് വേഗം പറഞ്ഞു പോയത്. ഓക്കെ, പക്ഷെ നിങ്ങള് എല്ലാവരും ഇതിന് ഞങ്ങൾ എടുക്കുന്ന പോർഷൻസ് എന്തായാലും സെമിനാർ വരുന്നുണ്ട്. സോ സെമിനാർ വൈസ് ആയിട്ട് നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഓരോരുത്തർക്ക് അസൈൻ ചെയ്യും, അവരതൊക്കെ സെമിനാർ എടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. അതിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആര് പറഞ്ഞു തരണം? ഓരോ കുട്ടികളും അത് അസൈൻ ചെയ്യുന്ന ഓരോ കുട്ടികളും ഞങ്ങൾ പറഞ്ഞേക്കാളും കൂടുതൽ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് സെമിനാർ ഇടണം. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു കണ്ടന്റ് എന്താണെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. പോർഷൻ എന്താണ് ആ കണ്ടന്റ് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ ബാക്കി നിങ്ങൾ സെമിനാർ എടുക്കേണ്ടതാണ്. അപ്പോ PGയില് 50-50 ആണ്. ക്ലാസ് 50, ബാക്കി സെമിനാറുകൾ കിട്ടും. പിന്നെ PGയില് ലെക്ചർ നോട്ട് നോക്കി നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒത്തിരി വലിയ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ A to Z നമ്മൾ ഡിപ്ലോമ പഠിച്ച പോലെ അല്ല മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരു മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും പുറത്തുനിന്ന് വരില്ല. അതെ, ശരിയാണ്. കൊമേഴ്സുകാർക്ക് ഭയങ്കര എളുപ്പമായിരിക്കുള്ളൂ സബ്ജക്ട്. അപ്പൊ മോക്ക് ടെസ്റ്റിൽ നിന്ന് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. മാക്സിമം ഞാൻ ഒരു ചാപ്റ്റർ ചെയ്ത് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന് തരാം. നിങ്ങൾ അത് തന്നെ നന്നായിട്ട് പഠിച്ചാൽ മതി. ടെൻഷനില്ല അല്ല. ഓക്കെ, ഇപ്പൊ ആയിട്ട് കണ്ടിട്ട് മാത്രം മനസ്സിലാക്കാൻ നോക്കുക. കാരണം എനിക്ക് ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിന് അവർ അലൗ ചെയ്തിട്ടില്ല. ഞാൻ എടുക്കുന്ന ഈ ചാപ്റ്ററിന് അവർ ഇല്ല. അപ്പോ അതുകൊണ്ടാണ് സ്പീഡിലെങ്കിലും പോയില്ലെങ്കിൽ എന്റെ പോർഷൻ അവിടെ ലാഗ് ആയിട്ട് കിടക്കും. 2 മന്ത്സിനുള്ളിൽ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് ഇതിൽ കൂടുതലുള്ളവർ ഇപ്പൊ 6th 7th കുട്ടികളാണെങ്കിൽ അവരുടെ ഡിപ്ലോമ കഴിഞ്ഞ് മെയിൻ എക്സാം കഴിയുമ്പോഴേക്കും ഈ ഒരു പോർഷൻ തീർന്നാലാണ് നിങ്ങൾക്ക് ഇതിന്റെ എക്സാമും കൂടി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുള്ള ടൈം ആണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത്രയും വൈകും. ഈ കുട്ടികൾക്ക് ഡിപ്ലോമക്കാർക്കും ഒരുമിച്ചായിരിക്കില്ല സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. വൈകിട്ട് അത് വൈകാതെ ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീഡിൽ പോകുന്നത്. PG എക്സാം ഏത് മാസമായിരിക്കും? സെപ്റ്റംബർ ആണോ? മെയിൻ എക്സാം ഏതാണോ അത് കഴിഞ്ഞ് 1 മന്തിനുള്ളിൽ PG ഉണ്ടാവും. ഇൻക്ലൂഡിങ് 1 മന്ത്. വൈവയ്ക്ക് മുമ്പായിട്ട് PG ഉണ്ടാവും. മിസ് എന്തായാലും ഈ ഒരു ഇത് കഴിയുമ്പോഴേ ഇതിന്റെ ചാപ്റ്റർ കഴിയുമ്പോൾ മിസ് തരുന്ന പോലെ ഒരു മോക്ക് ടെസ്റ്റ് തരണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതിന്റെ ഒരു ടെൻഷനാണ് കൂടുതലും എല്ലാവർക്കും ഉള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. അതിന്റെ ഒരു ടെൻഷൻ സത്യം പറഞ്ഞുകൊണ്ട്. അപ്പൊ മിസ് മോക്ക് ടെസ്റ്റ് ഇടുമ്പോ അത് മാറും. ഓക്കെ, ഇത് ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ മാനേജ്മെന്റ് ആണ്. കൊമേഴ്സ് സ്റ്റുഡൻസ് ഇത്ര വെറിഡ് ആവേണ്ട കാര്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ തമന്ന?
കുഴപ്പമില്ല മാം, നമുക്കൊരു ചെറിയ പീരീഡിലോട്ട് കിട്ടണം. പക്ഷെ പുതിയ ആൾക്കാർക്ക് ഒട്ടും ബേസ് ഇല്ലെങ്കിലേ നല്ല പാടായിരിക്കും അവർക്ക്. ഓക്കെ, മാം നെക്സ്റ്റ് നമ്മളെല്ലാം സയൻസ് ഇതാണ്. നമ്മളെല്ലാം സയൻസ് കൊമേഴ്സ് ഒന്നുമില്ല. പിന്നെ ഡിഗ്രിക്കൊന്നും ബികോം ഒന്നും എടുത്തു. മാം പറഞ്ഞ പോലെ സെമിനാർ എടുക്കുന്നത് നിങ്ങൾ മാം എടുക്കുന്നത് പിന്നും സെമിനാർ എടുക്കണോ, അങ്ങനെയാണോ? ഞാൻ എടുക്കുന്ന പോർഷന്റെ കണ്ടന്റ് മാത്രം ഞാൻ പറഞ്ഞു തരും. അത് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ എത്ര പേർക്ക് സെമിനാർ അലോട്ട് ചെയ്യുമെന്ന് ഞാൻ പറയാം. അപ്പൊ അത്രയും പേര് നമ്മൾ സെമിനാർ എടുക്കേണ്ടി വരും. നെക്സ്റ്റ് ക്ലാസ് മുതൽ സെമിനാർ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഹ്യൂമാനിറ്റീസ് ഒക്കെ നല്ല വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു കൊമേഴ്സ് എന്നുള്ളൊരു ഇതില്ല, ഇവിടെ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ പോർഷനിലേക്ക് തന്നെ വരാണ്, അല്ലെങ്കിൽ എന്റെ ഇന്നത്തെ പോർഷനിൽ ലാഗ് വരും. ഡയറക്റ്റിംഗ് ആണ്. ഓരോ വ്യക്തികൾ ചെയ്യേണ്ട ജോബ് എന്താണെന്നുള്ളത് നമ്മളത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെ? അവർക്ക് കറക്റ്റ് ആയിട്ട് ജോബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടാസ്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യണം. ഇപ്പൊ എനിക്ക് ഡയറക്ഷൻസ് കിട്ടിയിട്ടുണ്ട്, ഇന്നതാണ് എന്റെ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്നുള്ളത് ഡയറക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് ലീഡർ ആയിരിക്കും ആ കാര്യം നമ്മളോട് പറയുന്നത്. ഈ ലീഡറെ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ, ഇന്ന കാര്യങ്ങളാണ് ഡ്യൂട്ടീസ്, കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മളൊരു ലീഡർ ആയിരിക്കും. മേ ബി നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഗൈഡൻസും കാര്യങ്ങളും മോട്ടിവേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാരായിരിക്കും, ലീഡർ ആയിരിക്കും. ഇതാണ് ഡയറക്ഷൻ വരുന്നത്. നമുക്ക് വേണ്ട ഡയറക്ഷൻസ് തരുന്നു, ഇൻഫർമേഷൻസ്, ഗൈഡ് ലൈൻസ്, ചില ഗൈഡൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഒന്ന് വായിച്ചു തരെങ്കിലും. വായിക്കട്ടെ. Directing is the art or process of persuading people such that they എനിക്കിത് കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. Serve to achieve group goals. It focuses on the improvement of willingness to work with zeal and confidence, provides sufficient guidelines to complete the task, and motivates individuals to achieve goals in a coordinated manner. It also focuses on exercising leadership while determining responsibility and accountability. ഓക്കെ, നമ്മള് ഡയറക്ഷന് വേറൊരു പേര് കൂടി ഉണ്ട്. നമ്മൾ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഡയറക്ഷനെയാണ് പറയുന്നത്. എന്താണ് ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോസസ്, ഡയറക്റ്റ് ചെയ്ത് ഓരോ വ്യക്തികളും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിന്റെ ഗോൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എവിടെന്നാണ്, ഡയറക്ഷൻ ആണ്. ഇറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവ്മെന്റ് ഓഫ് വില്ലിംഗ്നെസ് ടു വർക്ക് വിത്ത് സീൽ ആൻഡ് കോൺഫിഡൻസ്. നമുക്ക് ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ടാസ്ക് ചെയ്യേണ്ടത് എന്ന് ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. പ്രൊവൈഡ് സഫിഷ്യന്റ് ഗൈഡ്ലൈൻസ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഗൈഡൻസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോട്ടിവേറ്റ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ദ ഗോൾ ആൻഡ് ഇൻ കോർഡിനേറ്റഡ് മാനർ. നമ്മൾ ആ ഇൻഡിവിജ്വൽസിന്, നമ്മളുടെ കീഴിലുള്ള വർക്കേഴ്സിന് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണം. അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണം, നമ്മൾ അവരെ നല്ല രീതിയിൽ ലീഡ് ചെയ്യണം. ഒരു മേബി HOD എന്നൊക്കെ പറയുന്നത്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, ആ മെമ്പേഴ്സിന് നല്ല രീതിയിൽ ലീഡ് ചെയ്യേണ്ടത് ആദ്യ ഉത്തരവാദിത്വം കൂടിയാണ്, ഹെഡിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. സോ ആ ഹെഡ് ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മോട്ടിവേറ്റും ലീഡും ചെയ്യുന്നത്. നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എന്താ പറയാ മോട്ടിവേഷനും ഗൈഡൻസും ഒക്കെ കൊടുക്കുന്നത് ആരായിരിക്കും, ഹെഡ് ആയിരിക്കും. ഇറ്റ് ഫോക്കസ് ഓൺ എക്സസൈസിങ് ലീഡർഷിപ്പ് ബൈ ഡിറ്റർമിനിങ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ ഈ ഒരു ലീഡർഷിപ്പ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ലീഡ് ചെയ്യാണ്. ആ സമയത്ത് നമ്മളുടെ ടീം മെമ്പേഴ്സ് റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉത്തരവാദിത്വം അതേപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അവര് കൊടുത്തിരിക്കുന്ന ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ആര് വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും, ലീഡേഴ്സ് നോക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഡയറക്ഷൻ. സുപ്പീരിയർ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഇതാണ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്.
നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിന് നല്ല രീതിയിൽ അവർക്ക് വേണ്ട ഗൈഡൻസും അതേപോലെ തന്നെ മോട്ടിവേഷൻസും ലീഡർഷിപ്പും ലീഡും ചെയ്യും. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഓരോരുത്തരും ചെയ്യുന്ന ടാസ്ക് എങ്ങനെയാണ്, അതിന് വേണ്ട ഡയറക്ഷൻസും ഇനി സജഷൻസ് എന്തെങ്കിലും സജഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡയറക്റ്റീവ്. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ആരെങ്കിലും റീഡ് ചെയ്യോ? വായിക്കാം മാം. ഓക്കെ. Controlling. It involves measuring and observing performance in accordance with plans and taking corrective action when required. It establishes performance standards based on the objectives, measures, and reports actual performance, analyzes the two, and takes corrective or preventive action as necessary. Thus, controlling Okay. നമ്മള് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടാസ്ക്, പെർഫോം ചെയ്ത ടാസ്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. നമുക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് അവർ ചെയ്യുന്നുണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ട്. ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ജസ്റ്റ് ഞങ്ങളുടെ ഒരു ടാസ്ക് ആണെങ്കിൽ ഇത്ര അവർ കൊണ്ട് ഇത്ര ക്ലാസ് അല്ലെങ്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ്. മേ ബി ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് മേ ബി അച്ചീവ് ചെയ്യാം, അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞ പ്രോബ്ലം എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റീവ് ആക്ഷൻ എടുക്കും. അപ്പൊ മേ ബി സ്റ്റാൻഡേർഡ് മേ ബി ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ 2 ചാപ്റ്റേഴ്സ് മേ ബി ഒരു 5 ക്ലാസ് കൊണ്ട് തീർക്കണം എന്നാണ് നമ്മൾ അസൈൻ ചെയ്തത്. മേ ബി 2 ചാപ്റ്റേഴ്സ് നമുക്ക് 5 ക്ലാസ് കൊണ്ട് പറ്റിയില്ല, മേ ബി 8 ക്ലാസ് കൊണ്ടാണ് അത് എന്ത് ചെയ്തത്, അച്ചീവ് ചെയ്തതെങ്കിൽ എന്താണ് അവിടുത്തെ വേരിയേഷൻ? ആ 3 ക്ലാസ്സസ് ആണ് എനിക്ക് വന്ന വേരിയേഷൻ എന്ന് വിചാരിക്കും. അപ്പൊ അതിന് വേണ്ടി കറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ കുറച്ചും കൂടി നമ്മൾ ചിലപ്പോൾ പ്രഷറൈസ് ചെയ്യായിരിക്കും. ഓർ മേ ബി അവര് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് അവര് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കും. അപ്പൊ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി നമ്മുടെ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ എൻഡ് റിസൾട്ട് ആണ് ആക്ച്വൽ പെർഫോമൻസ്. സോ ഈ പ്ലാൻഡ് വണ്ണും ആക്ച്വൽ വണ്ണും നമ്മൾ കമ്പയർ ചെയ്ത് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ് എന്ത് ചെയ്യാണ്, നമ്മൾ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് കേട്ടോ. ഓക്കെ. Thus, controlling indicates the quantum of goal achieved, the extent of deviation from actual plans, generates authentic information and requisite feedback. Thus, controlling focus upon the difference between planned and actual performance. Controlling is especially concerned with the areas of institutional budget, finance in terms of income and expenditure, institutional supplies, stationery and material equipment, library, maintenance and upgradation, teaching learning process, accounts and school records, and discipline, staff and students. ഓക്കെ, നമുക്ക് കൺട്രോളിംഗ് പ്രോസസ്സിലേക്ക് വരാണ്. കൺട്രോളിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗോൾ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ക്വാണ്ടിറ്റിനെയാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡീവിയേഷൻ വന്നിട്ടുണ്ടോ, ആക്ച്വൽ പ്ലാനിൽ നമ്മൾ എന്തെങ്കിലും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്, അത് ഫീഡ്ബാക്ക് എടുക്കാൻ, ഫീഡ്ബാക്ക് റിക്വസ്റ്റുകൾ കളക്ട് ചെയ്യണം. കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അതൊരു ഡെഫിനേഷൻ ആണ്. കൺട്രോളിംഗ് ഫോക്കസ് അപ്പോൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. പ്ലാൻഡ് പെർഫോമൻസ്, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് എക്സ്പെഷ്യലി കൺസേൺ വിത്ത് ഒരുപാട് ഏരിയാസിൽ വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബഡ്ജറ്റ് ഉണ്ട്, ഫിനാൻസ് ഏരിയയിൽ വരുന്നുണ്ട്. നമുക്ക് ഈ വർഷം ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര ഇൻകം വരാനുള്ള ചാൻസ് ഉണ്ട്, എത്ര എക്സ്പെൻസ് വരാനുണ്ട്, ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇയർ ബിഗിനിങ് ഫസ്റ്റ് നമ്മുടെ ബിഗിനിങ്ങിൽ തന്നെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ്ങിൽ അത് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് രൂപേണ അത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മേ ബി എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാവും. സോ എവിടെയാണ് ആ ഒരു എക്സ്പെൻസ് വന്നത് ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പ്രിലിമിനറി എക്സ്പെൻസ് അല്ലടാ,
നമുക്ക് മേ ബി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്രിഫർഡ് എക്സ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവുകളാണ്. അത് ഇവിടെ വരുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ബഡ്ജറ്റ് ഉണ്ടാവും. എല്ലാ അക്കാഡമിക് ഇയറിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ബഡ്ജറ്റ്, നമുക്ക് എക്സ്പെൻസ് എത്ര വരും, ഇൻകം എത്ര വരും എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ബഡ്ജറ്റിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അതേപോലെ നമുക്ക് എത്ര സ്റ്റേഷനറീസ് വേണം, മെറ്റീരിയൽസ് എക്യുപ്മെന്റ്സ് എത്ര വേണം എന്നുള്ളത് വെരിഫൈ ചെയ്യും. മേ ബി നമ്മളൊരു ക്ലാസ്, ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് റൂം വേണം. ദെൻ എന്താ പറയുക, നമ്മൾ ടെക്നിക്കൽ ഫീൽഡിന് വേണം, അത്യാവശ്യം മെറ്റീരിയൽസ് വേണം, ലാപ്പ്, അതേപോലെ ക്യാമറ, സ്പീക്കർ കാര്യങ്ങൾ, അതേപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. അതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ, ടേബിള്, എവറി കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്, ഈ എക്സ്പെൻഡിച്ചർ സ്റ്റേഷനറി ആൻഡ് മെറ്റീരിയൽ എക്യുപ്മെന്റ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ വർഷം എത്ര സപ്ലൈ വേണം എന്നുള്ള തീരുമാനം. ലൈബ്രറിയുടെ കാര്യമുണ്ട്. ലൈബ്രറി എന്ന് പറയുമ്പോൾ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എത്ര എക്സ്പെൻസ് വേണം, ലൈബ്രറി ബുക്സ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് അപ്ഗ്രേഡേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയായിരിക്കണം, അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ അക്കൗണ്ട്സ്, സ്കൂൾ റെക്കോർഡ്സ്, ഡിസിപ്ലിൻ, സ്റ്റാഫുകളും സ്റ്റുഡൻസും തമ്മിൽ ഡിസിപ്ലിൻസ് ഒക്കെ എങ്ങനെ വേണം, ഡിസിപ്ലിൻ ആയിട്ടാണോ നമ്മളുടെ കാര്യങ്ങൾ പോകുന്നത്, ഇനി എന്തെങ്കിലും ഡിസിപ്ലിനിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ അവിടെ കൺട്രോളിങ് കൊണ്ടുവരും. ഇപ്പൊ ഞാൻ പറയാണ്, ഞങ്ങള് ക്ലാസ് റൂമിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ക്യാമറാസ് ഉണ്ട്. അപ്പൊ ആ ഒരു നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഡിസിപ്ലിൻ ആയിട്ടാണോ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക് ചെയ്യുന്നത് എന്നുള്ളത് വരെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ കൺട്രോളിംഗ് ആണ്. അത് പ്ലാന്റെ ആദ്യം പറയുന്ന പ്ലാന്റും ആക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അത് കണ്ടെത്തുകയാണ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഈച്ച് ആൻഡ് എവറി ഫീൽഡിൽ എന്ത് വരുന്നുണ്ട്, കൺട്രോളിംഗ് വരുന്നുണ്ട്. ഫിനാൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്ലൈസ്, അതേപോലെ ടീച്ചിങ്, ലൈബ്രറി, നമ്മൾ അക്കൗണ്ട്സ്, സ്കൂൾ റെക്കോർഡ്സ്, റെക്കോർഡുകൾ ഉണ്ടല്ലോ, അതെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഡിസിപ്ലിൻ പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ, ഡിസിപ്ലിൻ കൺട്രോൾഡ് ആണോ, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും നല്ല ഡിസിപ്ലിനോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് പോയിന്റ് ഇവാലുവേറ്റിംഗ് ആണ് കേട്ടോ. മേ ബി ഓക്കെ, പറഞ്ഞോ, ഇവാലുവേറ്റിംഗ് പറഞ്ഞോ കേട്ടോ. അങ്ങനെ റീഡ് ചെയ്യോ? Evaluating. വിനീത. Evaluating is the process of measuring and assessing the achievement of planning for future goals. Appraisal has determined the effectiveness of plans for both administrators and the other stakeholders like teachers, staff, students, and parents, as also the extended community. It seeks to document the objectives that have been met and to provide information to all concerned stakeholders regarding achievement, obstacles, and corrective action or advancement. Thus, evaluation attention upon process. How is the plan being carried out? Outcome, achievement of the objectives, and impact, effect of the plans initiated. ഓക്കെ കേട്ടോ. നമ്മള് ഇവാലുവേറ്റിംഗ് ആണ്. നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ പെർഫോമൻസ് എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മള് എന്ത് സ്ട്രെങ്ത് ആണ്, നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തോ ഇല്ലയോ, സ്ട്രെങ്ത് എന്താണ്, നമുക്ക് വീക്ക്നെസ്, എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവാലുവേഷൻ. ശരിക്കും പറഞ്ഞാൽ അത് പെർഫോമൻസ് അപ്രൈസൽ എന്നൊരു വേർഡ് കൂടി യൂസ് ചെയ്യാറുണ്ട്. ഇവാലുവേഷൻ നമ്മൾ വേറൊരു വേർഡ് യൂസ് ചെയ്യുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. Performance helps, appraisal helps to determine the effectiveness of plans for both administrator and other stakeholders. അപ്പൊ ഈ ഒരു അപ്രൈസൽ, ഈ ഒരു ഇവാലുവേഷൻ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് കൂട്ടുന്നുണ്ട്. കാരണം ഡിറ്റർമിൻ ചെയ്യാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും അതേപോലെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡറും രണ്ടുപേരെയും എഫക്റ്റീവ്നെസ് എന്ത് ചെയ്യാണ്, ഡിറ്റർമിൻ ചെയ്യാണ്. നമ്മുടെ ടീച്ചേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തോ, സ്റ്റാഫ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തോ, സ്റ്റുഡൻസ് ഡിസിപ്ലിനോട് കൂടിയാണോ വർക്ക് ചെയ്തത്, പാരന്റ്സ് സാറ്റിസ്ഫൈഡ് ആണോ, are also extended communities. മറ്റ് കമ്മ്യൂണിറ്റികളും പ്രോപ്പർ ആയിട്ടാണോ, അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. It seeks to be document the objectives that have been met and to provide information to all concerned stakeholders regarding the achievement. നമ്മൾ ഇപ്പൊ ഈ ഒരു കാര്യം അറിയണം, ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും നമ്മൾ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട് അവർ അച്ചീവ്മെന്റ്സിനെ കുറിച്ചിട്ടും. ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. ഇനി എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ കറക്ഷൻസോ വേണ്ടതുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. ദെൻ അഡ്വാൻസ്മെന്റ് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും കൊണ്ടുവരുന്നുണ്ട്.
Thus, evaluation upon the process, how it is planned being carried out. Evaluation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്തത്, നടപ്പിലാക്കിയത് എങ്ങനെയാണ്, അത് നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തോ, അത് നമ്മൾ ഔട്ട്കം എങ്ങനെയായി, അച്ചീവ് ചെയ്തോ, അതിന്റെ ഇമ്പാക്ട്സ് എന്താണ്, അത് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിലും വരുത്തിയ ഇമ്പാക്ട്സ് എന്താണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യാണ്. അത് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ആ അപ്രൈസലിന് എടുത്ത് തന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്നാക്കിട്ടോ. ജോബ് ഇവാലുവേഷൻ ആണ് പറയാറ്, ഓർ പെർഫോമൻസ് അപ്രൈസൽ എന്നും കൂടി വേർഡ് ഉണ്ട്. മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നോക്കണമല്ലോ, പെർഫോമൻസ് അപ്രൈസൽ. നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്ലാൻ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മുടെ അച്ചീവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തോ എന്നുള്ളത്. In educational settings, evaluation of the following area carried out, namely, നമുക്ക് ഇവാലുവേഷൻ സാധാരണയായിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന ഏരിയാസ് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ്സും ഗോൾസും അച്ചീവ് ചെയ്തോ എന്ന് നമ്മൾ നോക്കും. ഈ സെലക്ഷൻ, വാലിഡിറ്റി, റെലവൻസ്, സ്യൂട്ടബിലിറ്റി, നമ്മൾ കണ്ടന്റ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആണോ, വാലിഡ് ആയിരുന്നോ, റെലവന്റ് ആയിരുന്നോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടതായിരുന്നോ, സ്യൂട്ടബിൾ ആയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. പ്രോസസ്സിൽ ടീച്ചേഴ്സിന്റെ ആക്ടിവിറ്റീസ് ഓക്കെ ആണോ, പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഓക്കെ ആണോ, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഓക്കെ ആയിരുന്നോ, ടീച്ചിങ് മെത്തേഡ് ഓക്കെ ആയിരുന്നോ. ദെൻ ഔട്ട്കം എന്ന് വെച്ചാൽ ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. നിങ്ങളുടെ എടുക്കുന്ന കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുകയും ഫീഡ്ബാക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. ആ 3 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ഞാൻ സെമിനാർ പോർഷൻ അസൈൻ ചെയ്യാം കേട്ടോ. ഓരോക്കെ ഇതില് വാട്ട് ഇസ് മാനേജ്മെന്റ് അവിടെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ആരാ റെഡി ആയിട്ടുള്ളത്? മാനേജ്മെന്റ് എന്താണ്? കൊമേഴ്സുകാര് എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് സയൻസുകാർക്ക് എടുക്കാൻ പറ്റുന്ന പോർഷൻസ് വരുന്നുണ്ട് കേട്ടോ, പേടിക്കൊന്നും വേണ്ട. മിസ് ഞാൻ എടുത്തോ. പ്രസീത പോലെ ഏത് ബാച്ചാണ്? MPH. വിനോദ് അല്ലേ? ആ, അവിടെ പ്രസീത PP എന്നാവോട്ടാകെ എടുക്കണേ. PP അല്ലേ? ഒറിജിനൽ പേര് പറയണോ? ആ, പ്രസീത P തന്നെ കേട്ടോ, PP. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും കമ്പൽസറി ആയിട്ട് കയറിയിരിക്കണം. അതേപോലെ എവിടം വരെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ വാട്ട് ഇസ് മാനേജ്മെന്റ് മുതൽ എവിടെയാണ് ഡിസിപ്ലിൻ വരെ, ഇത് ഇവിടെ വരെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിലെ മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ വരെയാണ് പ്രസീതയുടെ പോർഷൻ. ഓക്കെ, സെക്കൻഡ് കേട്ടോ, സെക്കൻഡ് ബേസിക് ഫംഗ്ഷൻ ആണ് കേട്ടോ. അവിടെ നിന്ന് ആരെടുക്കുന്നത്? ആരാണ്? ഗീതു അനീഷ്. ഒരു ബാച്ച് ഏതാണ്? MT8 മാം. ഗീതു ശ്രീകുമാർ എന്നാണ് മാം. അതില്ലേ MT8. ഇനി പറയാം, MT6ഉം 7ഉം പറയണോ കേട്ടോ. തയ്യാറായിട്ടുള്ളവർ MT6 ഇനി എടുക്കണം. ഓക്കെ, ഇനി MT6ഉം 7ഉം പറയണം, കാരണം അവരുടെ ക്ലാസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. MT6ന് സെമിനാർ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല, പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് MT8 ഇമ്പോർട്ടൻസ് പറയണം കേട്ടോ. ദെൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത പോർഷനിൽ. അതാരാണ് എടുക്കാൻ തയ്യാറായിട്ടുള്ളത്? MT6 ആരില്ല, ഇതിൽ MT8 മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ തോന്നുന്നു. വിനീത അങ്ങനെ ഇതാണ് കേട്ടോ. ഓക്കെ ആണോ? ഇല്ല, ഞാൻ സയൻസ് ആയിരുന്നു. കുഴപ്പമില്ല, സയൻസും കൊമേഴ്സും പ്രശ്നമില്ല. MT6 കേട്ടോ. വേറെ ആരില്ല MT6 കേറിയിട്ടില്ലെന്ന് തോന്നുന്നു, ആരും കണ്ടില്ല. മിസ് ഞാനുണ്ട്, ഞാൻ സെമിനാർ എടുത്തതായിരുന്നു ജിഷാമിസിന്റെ ക്ലാസ്സിൽ, അതാ പറയാത്ത. ഓക്കെ, PG എടുത്താണ്? ആ, PG എടുത്തായിരുന്നു ലാസ്റ്റ് വെനസ്ഡേ. ഓക്കെ ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല. എടുത്തവര് പറയണ്ട കേട്ടോ.
ദെൻ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എയിം സെറ്റ് എന്ന് പറയുന്ന പോർഷൻ ഇല്ല, അതാരെ സെമിനാർ എടുക്കുന്നത്? അത് ഇപ്പോ FP6 പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഒന്നും ആരും ഇല്ല. ബാക്കിയുള്ള ബാച്ചുകൾ പറഞ്ഞോട്ടോ. ഞാൻ വേണം പറയാൻ ടീച്ചറെ, കുഴപ്പമില്ല. ഞാൻ വിനീതയുടെ പേര് എഴുതിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഈ പോർഷൻ കേട്ടോ മാർക്ക് ചെയ്യുന്നുണ്ടേ, ഒന്ന് നോക്കി എഴുതി വെച്ചേക്ക്. ഇനി അടുത്ത ആള് പിള്ളേരെ പേര് എഴുതാനുള്ളതോ? എടുക്കണ്ടല്ലോ, എടുക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നത് ജിഷ് ടീച്ചറിന്റെയോ അശ്വതി ടീച്ചറിന്റെ ക്ലാസ്സിൽ എടുത്തവര് എടുക്കണ്ട, അല്ലാത്തവര്. കാരണം എനിക്ക് എല്ലാവർക്കും 100ലാണ് മാർക്ക് വരുന്നത് കേട്ടോ. ഞാൻ ചെയ്യാം മിസ്സേ. ഫാത്തിമ അല്ലേ? ഫാത്തിമ മെഹർബാൻ MT7. MT7. അടുത്ത പോർഷൻ പ്ലാനിങ് ആണ് കേട്ടോ. പ്ലാനിങ് ആരാണ്? ഹലോ മാം. പറഞ്ഞോ. MT7 ആണ്. കാണാറില്ലല്ലോ ഡിപ്ലോമ ക്ലാസ്സില്. ഓക്കെ ചോദിച്ചെന്നുള്ളൂ. അപർണ SJ തന്നെയാണ് പേര്. അതെ. MT7 കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഓർഗനൈസിംഗ് ആണ്. ഞാനത് കേൾക്കാം. ഉഷ മോൻ MT7 അല്ലേ? MT6. ഓർഗനൈസിംഗ് ആണ് ഉഷ. നെക്സ്റ്റ് ദിവ്യദീപു MT6 ആണ്. ദിവ്യദീപുവിന് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് കേട്ടോ. അപ്പൊ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം. ആളുടെ ഇത് ചക്കാന്നാ പറഞ്ഞത്. കൺട്രോളിങ് സെമിനാർ കേട്ടോ. കേട്ടോ. ഇനി ഇവാലുവേറ്റിംഗ് ആരെടുക്കാൻ പറ്റുന്നത്? ഞാൻ എടുക്കാം. രേഷ്മ. രേഷ്മ മോനെ ഇത് അധികം വേണ്ട. 10 നമുക്ക് തന്നിരിക്കുന്ന പോർഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാല് ഒരു 5 മിനിറ്റ്സിന് വേണ്ട വരില്ല പോർഷൻ എടുക്കാനായിട്ട്. 5 മിനിറ്റ്സിനുള്ളിൽ കണ്ടക്ട് ചെയ്താൽ മതി. റീഡ് ചെയ്ത് പോയാൽ മതിയടാ. നമുക്കത് പഠിക്കാനില്ല. നമുക്കത് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാറ്. ദിവ്യായു. രേഷ്മ ഉണ്ടാ? രേഷ്മ MT8. മാം രേഷ്മ രാഘവൻ കേന്നുണ്ട് ഫുൾ നെയിം. ഓക്കെ രാഘവൻ ഞാൻ എഴുതുന്നുണ്ട്. ദെൻ ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സെമിനാർ നെക്സ്റ്റ് ക്ലാസ്സിൽ മാക്സിമം എല്ലാവരും സെമിനാർ തന്നെ എടുക്കാനായിട്ട് നോക്കാം. പോർഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് സെമിനാർ തന്നെ നോക്കുള്ളൂ. ഫസ്റ്റ് പ്രസീതയാണ്. പ്രസീത കമ്പൽസറി ആയിട്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ കയറിക്കോളണം. എവിടെയാള്? ടൈം 5 മിനിറ്റ് ആണ്. 5 ഒന്നല്ല, പോർഷൻ അനുസരിച്ച് മാറും. ആളുടെ പോർഷൻ ചെറുതായിരുന്നു, ഒരു 10 മിനിറ്റ്സ് ഒക്കെ വരുന്ന ടൈപ്പ് പോർഷനാണ്. അതനുസരിച്ചിരിക്കും. കാരണം ചെറിയ പോർഷൻ ആണെങ്കിൽ പറയാം. ലീവ് ചെയ്തോട്ടെ. ലീവ് ചെയ്തോളൂ. അറിയാലോ കല്യാണമാണ്. ഓക്കെ ശരി. ഓക്കെ അപ്പോ ക്ലാസ് ഉണ്ടാവുക നെക്സ്റ്റ് വെനസ്ഡേ ആയിരിക്കും. എന്റെ ക്ലാസ് ഫ്രൈഡേ ആയിരിക്കും കേട്ടോ. ഓക്കെ. ഞാൻ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫോക്കസസ് വരെയാണ് എടുക്കേണ്ടത്. എവിടെ വരെ മാറ്റിയെടുക്കാൻ നോക്കട്ടെ കേട്ടോ. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫോക്കസ് ഓൺ അവിടെ വരെയാണ് എടുക്കേണ്ടത്. കേട്ടോ. ഓക്കെ ലീവ് ആയിക്കോട്ടെ എല്ലാവർക്കും. താങ്ക് യു മാം. ഹലോ